DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇപ്പോൾ ആ അപകടം ഉണ്ടായത് എങ്ങനെ എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. ഉമാ തോമസിന് ഒരു ശ്രദ്ധക്കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും സ്റ്റേജ് കെട്ടിയത് മോശമായ രീതിയിലാണെന്നും അവിടെ സ്ഥലമില്ലായിരുന്നു എന്നുള്ളതും ഒക്കെ അതിൽ വ്യക്തമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 ദിവസക്കാലമായി അപകടം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിന്റെ ദൃശ്യങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടിയപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചു. എത്ര ഗുരുതരമായ രീതിയിലാണ് ഈ സംഘാടകരുടെയും അതിന് അനുമതി കൊടുക്കേണ്ട അധികൃതരുടെയും ഭാഗത്ത് നിന്നുള്ള അലംഭാവം ഉണ്ടായതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് നടപടിയാണ് ഇതുവരെ സർക്കാരും ഈ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ സ്വീകരിച്ചത്? നിങ്ങളൊന്ന് നോക്കി. മന്ത്രി സജി ചെറിയാൻ, സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ തന്നെ ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എത്ര പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ കാല് വെച്ച് ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സ്റ്റേജാണ്. അവർക്ക് തന്നെ ഇത് അപകടമുണ്ടാകും എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. സജി ചെറിയാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്. പിന്നീടാണ് പിറ്റേ ദിവസം അദ്ദേഹം തിരുത്തി പറഞ്ഞത് സംഘാടകർക്ക് പിഴവുണ്ടായില്ല എന്ന്. അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്. ഈ നമ്മളൊരു സാമാന്യമായി നമ്മളൊരു പരിപാടിയിൽ പങ്കെടുത്താൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമെങ്കിൽ നമ്മളാണെങ്കിൽ പോലും നമ്മൾ പറയും ഈ സ്റ്റേജിൽ അപകടമുണ്ടാകും, നിങ്ങൾ കസേര പുറകിലേക്ക് മാറ്റിയിടണം, ആളുകൾക്ക് താഴേക്ക് വീഴാനുള്ള സാഹചര്യമുണ്ട്, ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. ഇവരാരും ഒന്നും മിണ്ടിയില്ലല്ലോ. ഉമാ തോമസ് വന്ന് അവിടെ ഇരുന്ന് ഇവരെ വിഷ് ചെയ്തതിന് ശേഷമല്ല അവർ താഴേക്ക് വീഴുന്നത്. അവർ വീണതിന് ശേഷവും ഈ പരിപാടി അവർ തുടർന്നു. അത് തുടർന്നു. അവർക്ക് പ്രശസ്തിയും പണവും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി. അപ്പോൾ ആരോടാണ് നീതി പുലർത്തിയത്? അതിനുശേഷം 5 ദിവസക്കാലം കഴിഞ്ഞു. ഈ പ്രതികൾക്കെതിരായ ജാമ്യം കിട്ടുന്ന വകുപ്പിട്ട് കേസെടുത്തു. അതിനുശേഷമാണ് ഞങ്ങളുടെ എല്ലാം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്തു. ഇപ്പോൾ ഈ പങ്കെടുത്ത കുട്ടികളുടെ മാതാപിതാക്കൾ ഇവരിൽ നിന്ന് ഭീമമായ തുകയാണ് ഈ കുട്ടികളിൽ നിന്ന് വാങ്ങിയത്. 300 രൂപയ്ക്ക് കിട്ടേണ്ടിയിരുന്ന സാരി കൊടുത്തത് 1600 രൂപയ്ക്കാണ്. അപ്പോൾ എത്രത്തോളമാണ് ഇതിനകത്ത് ക്രമക്കേടുകൾ ഉണ്ടായത്? ഇതിന്റെ എല്ലാം പിന്നിൽ വെറുതെ ഒന്നും കോർപ്പറേഷൻ പറയുന്നത് പോലെ ഞങ്ങൾ അറിഞ്ഞില്ല ഈ പരിപാടി. കൊച്ചിയിൽ നടക്കുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 10-12,000-ഓളം കുട്ടികൾ അവരുടെ മാതാപിതാക്കളും 10-25,000 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ പറയാ? കൊച്ചിൻ കോർപ്പറേഷൻ മേയറെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്താ പറയാ? ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നവർ കോർപ്പറേഷനിൽ ഒരു കടലാസ് കൊണ്ടുവന്ന് കൊടുത്ത് അനുമതി ചോദിച്ചപ്പോൾ ഇതൊന്നും അനുമതി വേണ്ട എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചവരാണ് എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നവരൊക്കെ ഇത് ഈ കള്ളത്തരം പറയുന്നവരാണ്. GCDA ചെയർമാൻ ഉൾപ്പെടെ ആ വേദിയിലുണ്ട്. അപ്പൊ GCDAക്കും ഇതിന്റെ ഉത്തരവാദിത്വമില്ലേ? അതാണ് ശ്രീ മുഹമ്മദ് ഷിയാസ് ഞങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സജി ചെറിയാന് വ്യക്തമായി മനസ്സിലാകുമല്ലോ ആ വേദിയിൽ പ്രശ്നമുണ്ട് എന്നുള്ളത്. പിന്നെ എങ്ങനെ അത് തിരുത്തി പറയുന്നു എന്നുള്ളതാണ് ഒന്ന്. മറ്റേത് സിജോയ് വർഗീസ് എന്ന് പറയുന്ന ആ സംഘാടകരിൽ ഒരാളായ നടൻ, അദ്ദേഹം ആ വേദിയിലുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന അദ്ദേഹം ആ വേദിയിലുണ്ട്. അദ്ദേഹം തലയിൽ കൈവയ്ക്കുന്നുണ്ട്. ഉമാ തോമസ് താഴെ വീഴും. ഇതൊക്കെ ദൃശ്യങ്ങളിലുണ്ട്. പക്ഷെ ഇവരെല്ലാവരും പിന്നെ സംഘാടക മികവിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, ഇതിന്റെ എല്ലാം പിന്നിൽ ഇവർക്കൊക്കെ പണം കിട്ടുന്നുണ്ട്, പ്രശസ്തി ഉണ്ടാകുന്നുണ്ട്. അവർക്ക് അതല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ വീണത് ആരുമാകട്ടെ അത് അവർ നോക്കിക്കോളും, അല്ലെങ്കിൽ അവരിനി അനുഭവിച്ചോളും എന്നുള്ള ഒരു മനസമീപനമല്ലേ ഈ മനുഷ്യത്വമില്ലാത്ത ഈ വർഗത്തിന്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഏതെങ്കിലും മനുഷ്യത്വമുള്ള ഒരാൾ ആ സ്റ്റേജിലുണ്ടായിരുന്ന മനുഷ്യത്വമുള്ള ഒരാൾ അപകടത്തിൽപ്പെട്ടത് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാൻ പോലും ഇവരാരെങ്കിലും തയ്യാറായി? ഈ മന്ത്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോ? ഇവർക്കൊക്കെ എന്താ ചുമതല? ഈ പോലീസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടല്ലേ ശമ്പളം വാങ്ങുന്നത്. ഒരു സാമാന്യ മര്യാദയെങ്കിലും അവർക്ക് കാണിക്കാമായിരുന്നു. അവരത് ആരും കാണിച്ചില്ല. അവിടെ ഈ 12,000-ഓളം കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അവിടെ കുട്ടികൾ വീഴും, നമുക്കറിയാം. തലകറങ്ങി വീഴുന്ന കുട്ടികൾ ഉണ്ടാകും. ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ആ സ്ട്രക്ചറിൽ കൊണ്ട് ഇത് MLA എങ്ങനെയാ കൊണ്ടുപോയത്? 8-10 പേര്, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പൊ തന്നെ നിങ്ങൾ അത് എടുത്തുകൊണ്ടുപോയി. MLA എടുത്തുകൊണ്ട് എന്നാ അവിടെ ഏതെങ്കിലും വോളണ്ടിയേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും സ്ട്രക്ചറുമായി വന്ന് ഈ അപകടങ്ങൾ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ ഇത്തരത്തിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ അപകടങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് എപ്പോഴും പറയുന്ന ഈ പോലീസുകാരും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ കാണുകയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നത്. തീർച്ചയായിട്ടും താങ്കൾ ഉന്നയിച്ച ആ വിഷയം വളരെ ഗൗരവമാണ് മുഹമ്മദ് ഷിയാസ്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയും അധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഒരു വലിയ തിരക്കുണ്ടായാൽ പോലും അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ കുട്ടികളെയോ അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെടുന്നവരെ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ ഒരു ആംബുലൻസ് പോലും അവിടെ വേദിക്കരികിൽ ഉണ്ടായിരുന്നില്ല. ഈ സ്ട്രെച്ചറിലല്ലാതെ ഇത്തരത്തിൽ മുകളിൽ നിന്നൊക്കെ വീണ് എല്ലിനൊക്കെ പരിക്കേൽക്കുന്ന രോഗികളെ അങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്നത് തന്നെ വലിയ പ്രശ്നമാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത്?
ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ ഒരു മന്ത്രിയുടെ സംരക്ഷണ ഈ സംഘാടകർക്ക്, ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഇതെല്ലാം നടക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് സംരക്ഷണ കൊടുത്ത് അവർക്ക് ഈ സാമ്പത്തിക തട്ടിപ്പടക്കം, ഈ കുട്ടികളെ അടക്കം പറ്റിക്കാനും ഇത്തരത്തിൽ യാതൊരു അനുമതികളും വാങ്ങിക്കാതെ എന്തും ചെയ്യാനും കഴിയാവുന്ന രീതിയിലേക്ക് പോകുന്നത് സംസ്ഥാനത്തെ ഒരു ഉന്നതനായ ഒരു മന്ത്രിയുടെ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ്. അതുമാത്രമല്ല, ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുഴുവൻ പിന്തുണയും ഈ അധികാരി വർഗത്തിന്റെ, കൊച്ചിൻ കോർപ്പറേഷന്റെയും GCDയുടെയും ഒരു അനുമതിയും ഇല്ലാതെ ഇത്തരത്തിൽ എന്ത് കാണിക്കാനും ഇവർക്ക് അനുമതി കൊടുത്തത് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് പിന്തുണ ഉള്ളത് കൊണ്ടാണ്. അതുള്ളത് കൊണ്ട് ഇനിയും ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള രീതിയിലാണ് ഇവർ പോകുന്നത്. നമുക്കതല്ല ഉണ്ടാകുന്നത്. നാളുകളിൽ ഇവിടെ ഉണ്ടാകുന്ന, കൊച്ചിയാണ്, നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. എത്രയോ പരിപാടികൾ ഓരോ ദിവസവും നടക്കുന്നു. ഇത്തരത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പങ്കെടുക്കുന്ന നിരവധി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താവുന്ന സാഹചര്യം ഒരുക്കുന്നത് നമുക്ക് അറിയാം. കൊച്ചി സർവകലാശാലയിൽ, അതുപോലെ യഹോവ സാക്ഷികളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഈ അപകടങ്ങളെല്ലാം ഉണ്ടായപ്പോൾ സർക്കാർ ഈ മാനദണ്ഡങ്ങളെല്ലാം പുനർനിർണയിച്ച് ഇതെല്ലാം ഉറപ്പുവരുത്തിയിട്ട് വേണം പരിപാടി നടക്കാൻ എന്ന് ചുമതലപ്പെടുത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ കൂടി പങ്കെടുക്കുന്ന ഒരു വേദിയിലാണ് ഈ അപകടം ഉണ്ടായതെന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കാം. ഇവരൊക്കെ എന്ത് പണിയാണ് എടുക്കുന്നത്? ഇവരെന്ത് ജോലിയാണ് എടുക്കുന്നത്? ഒരു ജോലിയും എടുക്കാതെ വെറുതെ വന്ന ആളുകൾക്ക് മുമ്പിൽ വന്ന് ഈ ഷോ ഓഫ് കാണിക്കുന്നതല്ലാതെ ആ ആളുകളുടെ മുമ്പിൽ കാണിച്ച ഈ ഷോ ഓഫിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി. വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് ഷിയാസാണ്, DCC പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ടായിരുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എന്ത് നടപടിയെടുത്തു എന്നതിലാണ് ഇനിയുള്ള ചോദ്യമുള്ളത്. എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെ വ്യക്തമാകാതിരുന്ന കാര്യങ്ങൾ ഇത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഉമാ തോമസ് എത്തുന്നു, അവർ ആ ഒരു കസേരയിലേക്ക് അവർ ഇരിക്കുന്നു. അവിടെ നിന്ന് മാറിയിരിക്കാൻ സിജോയ് വർഗീസ് അങ്ങോട്ടേക്ക് മാറിയിരിക്കാൻ, ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും, മന്ത്രി ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട്, അങ്ങോട്ടേക്ക് മാറിയിരിക്കാനായിരിക്കണം സിജോയ് വർഗീസ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഉമാ തോമസ് വീണ ശേഷം സംഘാടനത്തിൽ പിഴവുണ്ടായില്ല, വേദി മനോഹരമായ സൗകര്യങ്ങളുള്ള വേദിയായിരുന്നു എന്നൊക്കെ പറഞ്ഞതിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത. ആ വേദിയിലുണ്ടായിരുന്ന സജി ചെറിയാനും ആ സംഘാടകരെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, മുഹമ്മദ് ഷിയാസ് പറഞ്ഞതുപോലെ ഇതിൽ എന്ത് നടപടി ഉണ്ടായി? ഇത്രയും ഇപ്പോൾ ഇതാ ഈ തെളിവ്, ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്ന വലിയ തെളിവല്ലേ?